എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ 5 തിരിച്ചിട്ടുണ്ട്. അഗ്നി, ജലം, വായു, ആകാശം, പൃഥ്വി എന്നിവ. ഇതിൽ ജലനക്ഷത്രങ്ങളിൽ പെട്ടവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ജലനക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിതത്തിലെ ജയാപജയങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ജലനക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നന്നായി സംസാരിക്കുവാനും പെരുമാറുവാനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട്. എല്ലാത്തരം ആൾക്കാരോടും സഹകരിക്കുന്നതിനും അതുകൊണ്ട് തന്നെ ഏവരുടെയും പ്രീതി നേടുന്നതിനും കഴിയുന്നവരാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവർ. ജീവിത വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറുന്നതിനും കഴിവുള്ളവരാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവർ ഏറിയ കൂറും പേര്. ഇവർ ശാന്തശീലരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ജലത്തിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഇവരിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവരെന്ന് പറയുന്നതും. അതായത് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ നമുക്ക് ഇവരെ തോന്നുമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർ കടൽ പോലെ പ്രക്ഷുബ്ധമാകാറുണ്ട്. ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവുകയോ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെന്ന് ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ വളരെ ക്ഷോഭിക്കുന്നവരായി കണ്ടുവരാറുണ്ട്. എന്ന് മാത്രവുമല്ല, ഇവർക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായാൽ അത് ദീർഘകാലം കൂടെ കൊണ്ടു നടക്കുന്നവരുമാണ്. ചിലർ ജീവിതാവസാനം വരെയും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നടക്കാറുണ്ട് എന്നുള്ള നെഗറ്റീവ് ഷെയ്ഡായിട്ടും കണ്ടുവരാറുണ്ട്. പലപ്പോഴും പല പിണക്കങ്ങളും ഇവർ ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കാറുമുണ്ട്. നേരെ മറിച്ച് അത്തരം കാര്യങ്ങളെ വിട്ടുവീഴ്ചയോടുകൂടി കണ്ട് വീണ്ടും പഴയ രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നവർ ഉണ്ടെങ്കിലും കുറേയേറെ പേർ അതിന് തയ്യാറാകുന്നില്ല എന്നൊരു ദോഷവശം കൂടി ജലനക്ഷത്രക്കാരിൽ കാണാൻ കഴിയുന്നതാണ്. ഇവർ പൊതുവെ എല്ലാ കർമ്മരംഗങ്ങളിലും വിജയിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത്. ചെയ്യുന്ന പ്രവർത്തികളിൽ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ കർമ്മമേഖല ഏതായാലും അതിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ജലനക്ഷത്രത്തിൽപ്പെട്ട ഏറിയ കൂറും പേരും. നമുക്ക് ഇവരുടെ ബാല്യ, കൗമാര, യൗവനാദികളിലൂടെ ഒന്ന് കടന്നു പോയാൽ പൊതുവെ ഇവരുടെ ബാല്യകൗമാരങ്ങൾ അത്ര സന്തോഷകരമായിട്ടല്ല കാണപ്പെടുന്നത് എന്ന് പറയാവുന്നതാണ്. ഗ്രഹത്തിലേക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും പൊതുവെ പറയുമ്പോൾ ഇവരുടെ ബാല്യകൗമാരങ്ങളിൽ ഇവർക്ക് പലതരം ക്ലേശങ്ങളും മാനസിക ദുഃഖങ്ങളും ഒക്കെ സമ്മാനിക്കാറുണ്ട്. അതിന് കാരണം മാതാപിതാക്കൾ ഇന്ന് പലർക്കും പറയത്തക്ക ഗുണാനുഭവങ്ങൾ ലഭിക്കാറില്ല. ഒന്നുകിൽ മാതാപിതാക്കളുമായിട്ടുള്ള അകൽച്ച, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അസാന്നിധ്യം ഒക്കെ ജലരാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാല്യകൗമാരങ്ങൾ പലപ്പോഴും അത്ര സന്തോഷകരമായിട്ടല്ല കടന്നു പോകുന്നത് എന്ന് പറയാവുന്നതാണ്. എന്നാൽ വളരെ അപൂർവ ഭാഗ്യവാന്മാർക്ക് ഗ്രഹത്തിലേക്ക് അനുയോജ്യമെങ്കിൽ മാതാപിതാക്കളുടെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയുന്നതുമാണ്. ഇവർക്കൊരു 18 വയസ്സിന് ശേഷം ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളും സംഭവിക്കുന്നതും 32 വയസ്സിന് ശേഷം ജീവിതത്തിൽ പടിപടിയായ പുരോഗതി ഉണ്ടാകുന്നതും ക്രമേണ ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് വളരെയേറെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നവരായിട്ടാണ് ജലനക്ഷത്രത്തിൽപ്പെട്ട പലരെയും കാണാൻ കഴിയും. അതൊക്കെ ഗ്രഹത്തിലേക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാവുന്നതുമാണ്. അതായത്
ഒരു ചെറിയ പുഴ പോലെ ഒഴുകി മഹാസമുദ്രമായി മാറുന്ന ഒരുപാട് ജലനക്ഷത്രക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ ഏത് മേഖലയിലാണെങ്കിൽ പോലും അവരുടെ കഠിനമായ പരിശ്രമത്തിൻ്റെയും ജോലിയിലുള്ള പെർഫെക്ഷൻ്റെയും ഫലമായിട്ട് ഉയരങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. എന്നാൽ അപൂർവം പേർ കഠിനാധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കാതെ നിരാശരായും കാണപ്പെടുന്നു. അത്തരം കാര്യങ്ങൾ ഗ്രഹനില നോക്കി പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കുമെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ നോക്കുമ്പോൾ 32 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉടനീളം ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ്. ഇവർക്ക് നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമായിരിക്കും. ഇവരെല്ലാ മേഖലയിലും ശോഭിക്കുമെന്ന്, അതോടൊപ്പം തന്നെ കലാരംഗത്തിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ. കലാരംഗം എന്ന് പറയുമ്പോൾ നല്ല ഡയറക്ടേഴ്സ്, സംവിധായകർ, അഭിനേതാക്കൾ, ഗായകർ, ചിത്രകാരന്മാരൊക്കെ ജലരാശിയിൽ വരുന്നവരാണ്. അതുപോലെ തന്നെ ടെക്നോളജിസ്റ്റുകൾ, നല്ല സൃഷ്ടി കാര്യങ്ങളിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെടുന്നതിനൊക്കെ വളരെ ബുദ്ധിപൂർവമായി അത് ഐക്യമൊക്കെ നന്നായി ഉപയോഗിച്ച് ആ മേഖലയിൽ അവരുടേതായ ഒരു കയ്യൊപ്പുയർത്താൻ കഴിയുന്നവരായിട്ടാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. ഇതിൽ വിജയിക്കുന്നവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവും എങ്കിൽ പോലും ജലനക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഏകദേശം പല വിധത്തിലുള്ള കഴിവുകൾ ഉള്ളവർ തന്നെയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവരിൽ ഉയരങ്ങളിലെത്തുന്ന ഒരുപാട് പേരുണ്ട്, വളരെയേറെ ഉയരങ്ങളിലെത്തുന്ന ഒരുപാട് പേരുണ്ട്. ഒപ്പം കഴിവിനൊത്ത് ഉയരങ്ങളിലെത്താത്ത ധാരാളം പേരെയും ഈ നക്ഷത്രത്തിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. അതിൽ അവർ പലപ്പോഴും നിരാശരായി കാണപ്പെടുന്നുമുണ്ട്. ഇനി ഇവരുടെ വിവാഹ ജീവിതത്തിലൂടെ കടന്നുപോയാൽ പൊതുവേ വിവാഹ ജീവിതം അത്ര സുഖകരമായിട്ടല്ല കാണപ്പെടുന്നത്. വളരെ അപൂർവം പേർ വിവാഹം കഴിച്ച് മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒട്ടുമുക്കാൽ പേരുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതായിരിക്കും. അവർ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. കാരണം ഇവരുടെ വിവാഹ ജീവിതത്തിൽ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് പലപ്പോഴും മാനസികമായ പല വൈഷമ്യങ്ങളും ഉണ്ടാകാറുമുണ്ട്. എന്നിരുന്നാലും അപൂർവം പേരുടെ ജീവിതം വളരെ സുഖകരമായിട്ടും സന്തോഷകരമായിട്ടും പോകുന്നുമുണ്ട്. പൊതുവേ മറ്റെല്ലാ കാര്യങ്ങളിലും ഇവർ സന്തോഷവാന്മാരും, കാരണം 32 വയസ്സിന് ശേഷം എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നിറഞ്ഞവരായിട്ടാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവരെ കാണുന്നത്. ശാന്തശീലത മുഖമുദ്രയായിട്ടുള്ളവരാണെങ്കിലും അതേസമയം തന്നെ ശോഭിക്കുന്നവരും വൈരാഗ്യം മനസ്സിൽ കരുതുന്നവരും അവസരം കിട്ടിയാൽ എതിരാളികൾക്ക് പണി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരുമാണ് ജലനക്ഷത്രക്കാർ എന്നുള്ളതാണ് ഒരു വസ്തുത. എങ്കിലും എല്ലായിടത്തും ഇവരുടെ സാന്നിധ്യം അനിവാര്യമാണ്. ജലം പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്തവരാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവരും. കാരണം അവർക്ക് പലർക്കും പലതരത്തിലുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സഹായസ്വമായി എത്താറുണ്ട്. അതുപോലെ തന്നെ അവരെ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ അവരുടെ തെറ്റുകുറ്റങ്ങളെയൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നതുകൊണ്ട് വല്ലാത്തൊരു സ്നേഹവും അവർക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങൾ ചെയ്യുന്നതിനും മടിയുമില്ലാത്തവരാണ് ഇവർ. ഇഷ്ടപ്പെടുന്നവരെ വളരെയേറെ സഹായിക്കുന്നവരാണെങ്കിലും പലപ്പോഴും അവരിൽ നിന്ന് തന്നെ ഇവർക്ക് പ്രതികൂലമായ പല ഘടകങ്ങളും വന്ന് ചേരുന്നതായിരിക്കും. അത് മനസ്സിലാകുമ്പോഴേക്കും പലപ്പോഴും വൈകി പോയിരിക്കും എന്നുള്ളതാണ് ഇവർക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് പറയാവുന്നത്. നേരെ മറിച്ച് ഇവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമല്ല. ഇവരെ എതിർക്കുകയോ ഇവരുടെ അഭിപ്രായങ്ങളെ
അംഗീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരോട് ഇവർക്ക് ഒരു അകൽച്ചയും അവരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ശ്രമവും ഒക്കെ ഇവർ നടത്താറുണ്ട്. നേരെ മറിച്ച് ശരിയായ ഉപദേശങ്ങൾ തരുന്നവരെ മനസ്സിലാക്കി പെരുമാറിയാൽ ജീവിതത്തിൽ നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്നവരാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവർ എന്നുള്ളതാണ് ഒരു വസ്തുത. അതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും. പൊതുവേ ജീവിതത്തിൽ വളരെയേറെ ഉയരങ്ങളിൽ എത്താൻ കഴിയുന്നവരാണ് ജലനക്ഷത്രക്കാർ. അപ്പോൾ എല്ലാ ജലനക്ഷത്രക്കാർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.